ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. കേരള സ്റ്റൈൽ ഉപ്പുമാവാണ്. അപ്പോൾ അതിന് വേണ്ടത് 1 കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, ഒരു വലിയ സവാള ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയതാണ്. പിന്നെ വറ്റൽമുളക് ഇല്ലാത്തത് കൊണ്ടാണ് ചെറിയ മുളക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പാൻ ചൂടാക്കിയിട്ട് അതിനകത്ത് റവ നന്നായിട്ട് വറുത്തെടുക്കുക. റവ വറുക്കുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുക്കാൻ. റവ നന്നായിട്ട് വറുത്തെടുക്കാൻ ശ്രമിക്കുക. കരിഞ്ഞു പോവാതെ നോക്കണം. അപ്പോൾ അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ട് വറുക്കുന്നത്. ഇപ്പോൾ ഇത് കുറച്ച് സമയം എടുത്താൽ മാത്രമേ നമുക്ക് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും തീ കൂട്ടിയിട്ട് വറുക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരല്പം ഇളക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് റവ വറുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇപ്പം ചെറിയ കളർ മാറുന്ന സമയത്തേക്ക് നമുക്കത് നിർത്താവുന്നതാണ്. ചെറുതായിട്ട് ആവി വരുന്നുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാനിനി അത് തീ ഓഫ് ചെയ്തിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതാണിപ്പോൾ വറുത്ത റവ. അപ്പോൾ വറുത്തെടുക്കുന്നതിൻ്റെ ഇതിനനുസരിച്ചിട്ട് ഇതിൻ്റെ കളറിലും ചെറിയ വ്യത്യാസം വരും. അപ്പോൾ ഒരുപാട് വറുത്ത് ഇതായി പോകരുത്. അടുത്ത എണ്ണ ചൂടാക്കി, നേരത്തെ പറഞ്ഞതിൽ ഞാൻ കടുക് വിട്ടുപോയായിരുന്നു. കടുകും ഉപ്പും എണ്ണയും ഒരല്പം മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്. അപ്പോൾ കടുക് ചൂടായി, എണ്ണ ചൂടായി, കടുക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആ വറ്റൽമുളക് ഇട്ടു. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് ഇഞ്ചി, ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയാണ്. ഇത് കഴിഞ്ഞ് പച്ചമുളക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. സവാള ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചില ആൾക്കാർക്ക് ഒരുപാട് വഴറ്റിയ ഉള്ളി ഇഷ്ടമല്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത്രയും കുറച്ച് വഴറ്റിയാൽ മതി. എനിക്ക് പൊതുവേ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് നന്നായിട്ട് വഴറ്റിയായിരിക്കും അതുണ്ടാക്കുന്നത്. പിന്നെ നേരത്തെ മഞ്ഞൾപ്പൊടി പറഞ്ഞത് ഓപ്ഷണലാണ്. കളർ വേണമെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി, ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു, ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഈ ഉപ്പിന് ഇത് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ഉപ്പിടുന്നത്. അത് നിങ്ങളുടെ കയ്യിലുള്ള ഉപ്പിനനുസരിച്ചിട്ട് വേണം ഉപ്പിടാൻ. ഈ റവ ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട്, ഇപ്പോൾ ആദ്യത്തെ ആ വീഡിയോയിൽ കണ്ടതുപോലെ തരിതരിയായിട്ടുള്ള ഉപ്പുമാവാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് വെള്ളമാണ് ആവശ്യം. അല്ല, നിങ്ങൾക്ക് കുഴഞ്ഞ പരുവത്തിലുള്ള ഉപ്പുമാവാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ വെള്ളം എടുക്കുക. 2 കപ്പ് വെള്ളം എടുക്കുക. കുറച്ച് വെള്ളം ഇതായിട്ട് നോക്കുക. ഉള്ളി നന്നായിട്ട് വഴറ്റി ഇതിനകത്ത് ഇതായി കഴിച്ച സമയത്തേക്ക് നമ്മൾ ഈ വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കണം. ഞാൻ നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന വെള്ളമാണ്, അതുകൊണ്ടാണ് ഇത് ഒഴിച്ച സമയം തന്നെ തിളയ്ക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് തിളച്ച് ഇതുപോലെ നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ റവ ഇടാൻ പാടുള്ളൂ. റവ ഇടുമ്പോൾ എപ്പോഴും എത്ര റവയാണെങ്കിലും ശരി, ഏറ്റവും കുറച്ച് ഇട്ട് ഇളക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പെട്ടെന്നത് കട്ട പിടിക്കില്ല, നന്നായി മിക്സായി വരികയും ചെയ്യും. അതുപോലെ ഒരുപാട് താമസിക്കാനും പാടില്ല. പെട്ടെന്ന് ഇട്ട് അത് മിക്സാക്കി എടുക്കുകയും വേണം, എന്നാലത് റവ വേഗത്തുള്ളൂ. ഞാൻ കുറച്ചായിട്ട് റവ ഇട്ട് ഇളക്കുകയാണ്. പിന്നെ ഒരു കയ്യിൽ ഇതും ഇളക്കാനും പറ്റാത്തത് കൊണ്ടാണ് അതും കൂടെ കാണിക്കാൻ പറ്റാത്തത്. കുറച്ചായിട്ടിട്ട് റവ മിക്സ് ചെയ്തെടുക്കുകയാണ്. ബാക്കി മൊത്തം ഇട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു.
പിന്നെ ഉള്ളി ഒരുപാട് ആവശ്യമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വലിയ സവാള എന്നുള്ളത് കുറച്ച് ചെറുതാക്കിയാലും കുഴപ്പമില്ല. എനിക്ക് ഇത് ഇഷ്ടമാണ്. ഞാനിടയ്ക്ക് ഉപ്പ് നോക്കിയായിരുന്നു. ഉപ്പ് ആവശ്യത്തിന് തന്നെയാണ് ഉപ്പുള്ളത്. ഇനി അഥവാ നമുക്ക് ഉപ്പ് കുറവാണ് എന്നുണ്ടെങ്കിൽ റവ ഇടുന്നതിന് മുമ്പായിട്ട് ഇത് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് ഈ സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ ഇത് ഏകദേശം ഇതായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ലോ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിക്കുകയാണ്. എപ്പോഴും നമ്മളിത് ചെയ്യുന്നത് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി മാത്രം, ആ ഒരു സ്റ്റെപ്പിൽ മാത്രമേ ഹൈ ഫ്ലെയിം ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഇതിപ്പോൾ ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് വേവിച്ചു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. ഇനി ഇതിനകത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കശുവണ്ടി അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വറുത്തിട്ട് ഈ അവസാനം അത് ചേർക്കാം. ഇതാ നമ്മുടെ റവ റെഡി ആയിട്ടുണ്ട്. കേരള സ്റ്റൈൽ റവ ഉപ്പുമാവ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.